നമസ്കാരം. നരേന്ദ്രമോദിയുമായി പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ? ഈ ചോദ്യം കുറച്ച് നാളായി കോൺഗ്രസ്സുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അതും രാഹുൽ ഗാന്ധി. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചോദ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് കൊണ്ട് കത്തെഴുതിയിരിക്കുന്നു എൻ ഇ റാം. അതിന് സ്മൃതി ഇറാനി നൽകിയ മറുപടിയാണ് എന്തുകൊണ്ടും ഉചിതം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, അങ്ങനെ ഒരാളെ സംവാദത്തിന് വിളിക്കുവാനുള്ള യോഗ്യതയുള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്നാണ് സ്മൃതി ചോദിക്കുന്നത്. രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ? ഈ ചോദ്യമാണ് സ്മൃതി ഇറാനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വച്ചാൽ തരത്തിൽ ചെന്ന് കളിക്കട എന്ന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഭരണഘടന പിച്ചി ചീന്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. റായ്ബറേലിയിൽ പെങ്ങളോടൊപ്പം സംസാരിക്കുകയെ പറഞ്ഞതാണത്. ഭാരത ഭരണഘടന എൻ്റെ മതമെന്ന് മോദി പരസ്യമായി പ്രസ്താവിച്ചത് അധികാരമേറ്റ ഉടനെയാണ്. 10 വർഷം ആ സ്ഥാനത്തിരുന്നു. ഭരണഘടനയ്ക്ക് ഇതുവരെ ഒരു ക്ഷതവും ഏറ്റിട്ടില്ല, ഇനിയൊട്ടേൽക്കാനും പോകുന്നില്ല. അതേസമയം തന്നെ പറയുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൻ്റെ സഖ്യം അധികാരത്തിലെത്തുമെന്ന്. സാധാരണ പറയാറില്ലേ, ചില മോഹങ്ങൾ ചില ജീവികൾ കരഞ്ഞു തീർക്കുമെന്ന്. അതുപോലെയാണ് ഈ മോഹത്തെ നമുക്ക് കാണാൻ കഴിയും. രാഹുൽ റായ്ബറേലിയിലെ വോട്ടർമാർക്ക് ഒരു ഗ്യാരണ്ടി നൽകി. താൻ ഉടനെ പെണ്ണ് കെട്ടിക്കൊള്ളാമെന്നുള്ളതാണ് ആ ഗ്യാരണ്ടി. നടക്കാൻ മടിച്ചിട്ട് ചിറ്റപ്പൻ വീട്ടിൽ തന്നെ നിന്ന് തന്നെ പെണ്ണെടുക്കുമോ എന്തോ. അമേഠിയിലും റായ്ബറേലിയിലും എൻ്റെ അമ്മയുടെയും അമ്മുമ്മയുടെയും സീറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നുണ്ട്. അതിന് അമിത്ഷാ നൽകിയ മറുപടി എന്താണെന്ന് അറിയണ്ടേ? അമ്മ ഇറ്റലിയിൽ നിന്നുകൊണ്ട് വന്നതാണോ ഈ സീറ്റുകൾ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അഴിമതി കേസിൽ തടവിൽ കഴിയുന്ന പ്രതിക്ക് ലഭിച്ച പരോളിൽ ആ പരോളിലിറങ്ങിയ വ്യക്തി പറയുന്നത് കേട്ടു, നരേന്ദ്രമോദി അധികാരമേൽക്കുമെന്ന്. പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കില്ല, അമിത്ഷാ ആയിരിക്കുമെന്ന്. ഏതായാലും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പോലും സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ 1 വർഷം, ആ 1 വർഷം കഴിഞ്ഞ് ആളുമാറുമെന്ന ഭീഷണി മുഴക്കുന്നു എന്ന് മാത്രം. അപ്പോഴും കെജ്രിവാളിന് ഭരണത്തിൽ പങ്ക് ലഭിക്കുമെന്ന് സൂചനയൊന്നും ആദ്യ ദിവസം ഉണ്ടായില്ല. 2ാം ദിവസം BJPയുടെ പ്രകടന പത്രിക കോപ്പിയടിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രകടന പത്രിക പുറത്തിറക്കി പറയുന്നത് കേട്ടു, ആപ്പിന് പങ്കാളിത്തമുള്ള സർക്കാരായിരിക്കും കേന്ദ്ര ഭരണത്തിൽ നിന്ന്. അതും നേരത്തെ പറഞ്ഞതുപോലെ കഴുതകാമം കരഞ്ഞു തീർക്കുന്നത് തന്നെ എന്ന് പറയാം. കെജ്രിവാളിന് കിട്ടിയ ഈ പരോളെന്ന് പറയുന്നത് തന്നെ വിചിത്രമാണ്. 50,000 രൂപയുടെ ആൾ ജാമ്യത്തിലാണ് പരോൾ ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ്, പക്ഷേ ഓഫീസിൽ കയറാൻ പാടില്ല, ഫയലിലൊന്നും ഒപ്പിടാൻ പാടില്ല, കേസിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ പാടില്ല, സാക്ഷികളെ ഒരാളെപ്പോലും കാണാനോ സംസാരിക്കാനോ പാടില്ല. ED പറഞ്ഞ കാര്യങ്ങൾ അപ്പടി അംഗീകരിച്ചുകൊണ്ട് കിട്ടിയ പരോൾ മുമ്പും പലർക്കും ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനും നമ്മുടെ ബാലകൃഷ്ണ പിള്ളയ്ക്കുമൊക്കെ ഇത്തരത്തിലുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. 21 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങിയ ജയിലിൽ തന്നെ പോയി കിടക്കണം. പരോളിൽ ഇറങ്ങിയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാം. പരിധി കഴിഞ്ഞാൽ വിചാരണ നേരിടേണ്ടി വരും. ശിക്ഷിച്ചാൽ ജയിൽവാസം തുടരുകയും ചെയ്യാം. കേസിൽ പിന്നെയും പ്രത്യേകതയുണ്ട്. ഡൽഹി PCC സെക്രട്ടറിയുള്ള അനിൽകുമാറാണ് അതിലെ പരാതിക്കാരൻ. 2022 മാർച്ചിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കെജ്രിവാളിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരാണ്. കേസെടുത്തപ്പോൾ കോൺഗ്രസ് കെജ്രിവാളിൻ്റെ പക്ഷത്താകുന്നു. കഴുത്ത് വെളുത്തതാണ് എന്ന് കരുതി കാക്ക ഗരുഡനാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കെജ്രിവാളിൻ്റെ കേസ് പോലും. വാർത്താസമ്മേളനമൊക്കെ നടത്തവേ കെജ്രിവാൾ ഒരു കാര്യം കൂടി പറയുന്നത് കേട്ടു, BJP ഇതര മുഖ്യമന്ത്രിമാരെല്ലാം ജയിലിലാകാൻ പോകുന്നു. അടുത്ത് തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിലിൽ പോകേണ്ടി വരുമെന്ന്. ഇതിൽ പരം കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കുവാൻ എന്തിരിക്കുന്നു? കോൺഗ്രസ്സുകാർ നിരന്തരം ആവശ്യപ്പെടുന്നത് തന്നെ അതല്ലേ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കതിൽ അമർഷം പൊതിഞ്ഞ് തുള്ളുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സുകാരാണെങ്കിലോ കള്ളൻ കക്കുന്നതും നരി നക്കുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന പോലെ എന്ത് കാര്യം പറയുമ്പോഴും ഇടംബലം നോക്കണം. നല്ല സ്കൂളുകളും ആശുപത്രിയും നൽകിയത് കൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത് എന്നാണ് കെജ്രിവാളിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. എത്ര അസംബന്ധമാണ് ഇത് എന്ന് പറയേണ്ടതുണ്ടോ? ഡൽഹിയിൽ അണ്ണാ ഹസാരെ നയിച്ച അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ആ ഒരു വെള്ളി വെളിച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു വളർന്നയാളല്ലേ ഈ കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത്. അഴിമതി വിരുദ്ധ സമരക്കാർ രാഷ്ട്രീയക്കാരാകുന്നതിൽ അമർഷം പ്രകടിപ്പിച്ച അണ്ണാ ഹസാരയെ തള്ളിയല്ലേ ഈ കെജ്രിവാൾ ചൂലുമായിട്ടിറങ്ങിയത്. അങ്ങനെയല്ലേ ആം ആദ്മി പാർട്ടി തന്നെ പിറന്നത്. ഷീലാ ദീക്ഷിതിൻ്റെ സർക്കാരിനെ താഴെ ഇറക്കി അധികാരത്തിലെത്തിയ ആപ്പിൻ്റെ ഭരണമെന്ന് പറയപ്പെടുന്നത് മറ്റൊരു കോൺഗ്രസ് ഭരണം തന്നെയായിരുന്നു. അഴിമതി കൊടികുത്തി വാണ് മദ്യനയത്തിൽ വരുത്തിയ മാറ്റത്തിലൂടെ കോടികൾ വാരിക്കൂട്ടി അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിലത്തെ തടവറക്കുള്ളിലാണ് ഇദ്ദേഹമാകുന്നത്. ഡൽഹി മദ്യക്കോഴയുടെ ചരട് ഹൈദരാബാദിലേക്കും ഇങ്ങ് കൈരളി വരെ നീണ്ടതല്ലേ. ഹൈദരാബാദിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത കൂട്ടുപ്രതിയല്ലേ. അവരിപ്പോഴും ജയിലിൽ തന്നെയല്ലേ കഴിയുന്നത്.
നല്ല സ്കൂളുകളും ആശുപത്രികളും നൽകിയതിനാണ് ജയിൽ പിടിച്ചിട്ടത് എന്നുള്ള നിലവിളി എത്ര തരം താണതാണ് എന്ന് ഇതിലൂടെ പറയേണ്ടത്. ഇനി അത് പറയേണ്ടതുണ്ടോ? AAPക്ക് വോട്ട് ചെയ്താൽ ഇനി തനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല എന്നാണ് റോഡ് ഷോയ്ക്കിടയിൽ കെജ്രിവാൾ പറയുന്നത്. AAP ജയിച്ചാൽ കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടതില്ല എന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ പരോളിലുണ്ടോ? പരോൾ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിച്ച് പ്രസംഗിക്കുന്ന കെജ്രിവാൾ കോടതിയെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നരേന്ദ്രമോദിയെ ഒരു സംവാദത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നരേന്ദ്രമോദി വരാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെങ്കിൽ മാത്രമേ നരേന്ദ്രമോദി സംവാദത്തിന് വരികയുള്ളൂ. സ്മൃതി ഇറാനിക്ക് ഇതെന്തിൻ്റെ കേടാണ് എന്നറിയില്ല. എന്തായാലും സ്മൃതി ഇറാനി ചോദിച്ചതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ, തരത്തിന് പോയി കളിക്കട എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാദത്തിൻ്റെ ആവശ്യമുണ്ടോ? ആൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നരേന്ദ്രമോദിയെ ഒരു പരസ്യമായിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിച്ചാൽ ആ പരസ്യമായിട്ടുള്ള സംവാദത്തിന് തയ്യാറാവുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിന് ചെറുതോ വലുതോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ അങ്ങനെയൊന്നുമില്ല. സംവാദത്തിന് തയ്യാറുണ്ടോ? ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഈ 140 കോടി ജനങ്ങൾ നിങ്ങളെ കേൾക്കാനിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജനങ്ങളോട് സംസാരിക്കൂ, സംവദിക്കൂ എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അതിന് രാഹുൽ ഗാന്ധിയാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, അതോ ഇങ്ങ് കേരളത്തിലെ പിണറായി വിജയനാണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നരേന്ദ്രമോദിക്ക് സംവദിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളൂ. അതിനിങ്ങനെ സ്മൃതി ഇറാനി പറയുന്നത് പോലുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പകരം ജനങ്ങളോട് സംവദിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ പൊതുകാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിയുടെ ലെഗസി കൂടുകയുള്ളൂ. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല. നരേന്ദ്രമോദിയുടെ മോടി കൂടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സംവാദത്തിന് ആരോട് വേണമെങ്കിലും സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനപ്പുറം മതിൽ കെട്ടി തിരിക്കേണ്ട ആവശ്യമില്ല. അത് സ്മൃതി ഇറാനി പോലുള്ളവർ ചെയ്യുന്നത് തരംതാണ പണിയാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിമാരടക്കമുള്ളവർ. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ BJP സർക്കാരുകളല്ലാത്ത എല്ലാ സർക്കാരുകളുടെയും മുഖ്യമന്ത്രിമാർ ജയിലഴിക്കുള്ളിലാകും എന്ന് പറയുന്നതിൽ എന്തോ ഒരു ധ്വനി ഉണ്ട് എന്ന് പറയേണ്ടി വരും. കെജ്രിവാളിൻ്റെ ആ വാക്കുകളിൽ നിന്നും കെജ്രിവാൾ പറഞ്ഞതാണ്, BJPയുടെ സർക്കാരുകളല്ലാത്ത എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും മുഖ്യമന്ത്രിമാർ ജയിലഴികൾക്കുള്ളിലാകും. അങ്ങനെയാണെങ്കിൽ ആദ്യം അകത്താകുന്നത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയല്ലേ? പിണറായി വിജയനും അത്തരത്തിലൊരു കുരുക്ക് മുറുകുന്നുണ്ട് എന്ന് തന്നെയല്ലേ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്? ആ വാദം ചിലപ്പോൾ നടന്നേക്കാം.